എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിനേഷ്, ബദ്ലാപൂർ മലയാളി സമാജം പ്രസിഡന്റ്. അപ്പോൾ ഞായറാഴ്ച നമ്മുടെ ജൂലൈ മാസത്തിലെ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ വളരെ ആവേശകരമായ ചർച്ചകളും പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ മീറ്റിംഗിൽ വെച്ചുണ്ടായി. അപ്പോൾ ആ ചർച്ചകളുടെ വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. നമ്മളിപ്പോ എടുത്ത തീരുമാനങ്ങൾ ഏറ്റവും അടുത്തായി വരുന്നത് നമ്മുടെ വായനോത്സവം ആണ്. വായനോത്സവം എന്ന് പറഞ്ഞാൽ കേരളീയ കേന്ദ്ര സംഘടന നടത്തുന്ന ഒരു പരിപാടിയാണ്. കേരളീയ കേന്ദ്ര സംഘടന എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലുള്ള 19 മലയാളി സമാജങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലുള്ള ഒരു അപ്പെക്സ് ബോഡി പോലെയാണ് കേരളീയ കേന്ദ്ര സംഘടന. അതായത് അവിടുത്തെ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കമ്മിറ്റി അംഗങ്ങളാണ്, അവരാണ് അവിടുത്തെ അംഗങ്ങൾ. അപ്പോൾ ആ കേരളീയ കേന്ദ്ര സംഘടന മുംബൈയിലുള്ള എല്ലാ മലയാളി കുട്ടികൾക്കും വേണ്ടി വർഷാവർഷം PN പണിക്കരുടെ സ്മരണാർത്ഥം നടത്തിവരുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ PN പണിക്കരുടെ സ്മരണാർത്ഥം നടത്തിവരുന്ന ഒരു പരിപാടിയാണ് വായനോത്സവം. അപ്പോൾ ആ വായനോത്സവം ബദ്ലാപൂർ മലയാളി സമാജത്തിൽ വെച്ച് നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച 28-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടത്താൻ തീരുമാനിച്ചു. വായനോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3-4 പരിപാടികളാണുള്ളത്. അതായത് ഒരു മത്സര പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ 3 ഗ്രൂപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട്. അതായത് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ A ഗ്രൂപ്പും, 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ B ഗ്രൂപ്പും, 10-ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾ C ഗ്രൂപ്പും ആണ് 3 കാറ്റഗറിയായി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നടക്കുന്ന മത്സരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായനോത്സവമാണല്ലോ, അപ്പോൾ വായനയാണ്. അപ്പൊ അതിനുള്ള ഗദ്യഭാഗം കുറച്ചു മുന്നേ കൊടുക്കും ഇപ്പോൾ. പക്ഷെ മേഖലയിൽ ജയിച്ച് മുംബൈ ലെവലിൽ പോകുന്നവർക്ക് ആ വായിക്കുന്ന സമയത്ത് മാത്രമേ ആ വായിക്കേണ്ട ഭാഗം കിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കി വായിക്കണം. അപ്പോൾ വായനയാണ് ഒരു ഐറ്റം. അത് കഴിഞ്ഞ് കവിതയുണ്ട്, മലയാളം കവിത. അത് കഴിഞ്ഞ് പിന്നെ പ്രസംഗം. അപ്പൊ ഈ 3 ഐറ്റംസും നമുക്ക് A, B ഗ്രൂപ്പുകൾക്ക് ഉണ്ട്. പിന്നെ B, C ഗ്രൂപ്പുകൾക്ക് മാത്രം ഉള്ള 2 ഐറ്റംസ് കൂടി ഉണ്ട്. അതാണ് ക്വിസ് പ്രോഗ്രാമും പിന്നെ വായനാനുഭവവും. ക്വിസ് പ്രോഗ്രാം നമ്മുടെ നാടും മലയാളവും അതുമായി സംബന്ധിച്ച ചോദ്യങ്ങളായിരിക്കും ക്വിസിൽ ഉണ്ടാവുക. അതുപോലെ വായനാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികൾ വായിച്ച ഏതെങ്കിലും ഒരു ബുക്ക്, ആ ബുക്ക് മലയാളം ആവണമെന്ന് നിർബന്ധമില്ല. അത് ഹിന്ദിയോ അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷോ ഏതെങ്കിലും ബുക്ക്, ആ വായിച്ച ബുക്കിനെ കുറിച്ചുള്ള അവരുടെ അനുഭവം പങ്കുവെക്കുകയാണ് വേണ്ടത്. ആ അനുഭവം പങ്കുവയ്ക്കുന്നത് മലയാളത്തിലായിരിക്കണം എന്ന് മാത്രം. അപ്പൊ ഒന്നും മലയാളം ഇനിയിപ്പോൾ എഴുതാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിൽ പങ്കെടുക്കാം. അപ്പൊ ഇത്രയും മത്സരങ്ങളാണ് ഈ വായനോത്സവത്തിലുള്ളത്. അപ്പൊ അത് നമ്മൾ സമാജം തലത്തിൽ നടത്തി അതിൽ നിന്ന് ജയിക്കുന്നവരെ നമ്മൾ മേഖലയിലേക്ക് പറഞ്ഞു വിടണം. മേഖല എന്ന് പറഞ്ഞാൽ കല്യാൺ മുതൽ ബദ്ലാപൂർ വരെയുള്ള മേഖലയാണ്. ഇവിടെ നിന്നൊക്കെ കുട്ടികൾ വരും. അപ്പോൾ ഇവിടുന്ന് ജയിക്കുന്ന കുട്ടികളെ പിന്നെ മുംബൈ റീജിയണൽ തലത്തിലേക്ക് നമുക്ക് പറഞ്ഞു വിടാം. അപ്പോൾ മേഖലാ തലത്തിൽ ജയിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും കമ്മിറ്റി അംഗങ്ങളെയോ എന്നെയോ നേരിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മളെ മലയാളം ടീച്ചർമാർ ആരെങ്കിലും ബന്ധപ്പെടുക. അപ്പൊ അങ്ങനെ വായനോത്സവം വിജയിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ഇപ്പം മലയാളം മിഷന്റെ ഗൃഹസന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളം മിഷൻ എല്ലാ വർഷവും, മലയാളം മിഷൻ എല്ലാവർക്കും അറിയായിരിക്കും, കേരള സർക്കാർ കേരളത്തിന് പുറത്തുള്ള മലയാളി കുട്ടികളെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി സൗജന്യമായി നടത്തി വരുന്ന ഒരു സംരംഭമാണ് മലയാളം മിഷൻ. അപ്പൊ മലയാളം മിഷൻ എല്ലാ വർഷവും അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യജ്ഞമാണ് ഈ ഒരു ഗൃഹപ്രവേശനം എന്ന് പറയുന്നത്. ഗൃഹസന്ദർശനം. അതായത് മലയാളികളുടെ വീടുകളിൽ ചെന്ന്, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ അവരെ ബോധവൽക്കരിച്ച് ആ കുട്ടികളെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗൃഹസന്ദർശനത്തിന്റെ ലക്ഷ്യം. അത് ഈ മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആരുടെയെങ്കിലും വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ദയവീത് നമ്മളെ അറിയിക്കുക. ഞങ്ങൾ അവരെ പോയി ചെന്ന് കണ്ട്
മലയാള മിഷൻ എന്താണെന്നും എന്തുകൊണ്ട് മലയാളം പഠിക്കണം എന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ മലയാള മിഷനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പൊ അതാണ് ഗൃഹസന്ദർശനം. അപ്പൊ ആ ഗൃഹസന്ദർശന പരിപാടിയായിട്ട് എല്ലാവരും സഹകരിക്കുക. അത് ഈ മാസം മുഴുവൻ നമ്മൾ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. രണ്ടാമത്തെ പോയിന്റ് അതാണ്. മൂന്നാമത്തെ പോയിന്റ് മുന്നേ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കാര്യം, അതായത് നമ്മൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുമായി നമ്മൾ സഹകരിച്ചുകൊണ്ട് ഒരു സൗജന്യ ആയുർവേദ വൈദ്യ പരിശോധന ക്യാമ്പ് നമ്മുടെ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 15 രാവിലെ 10 മണിക്കാണ് ഈ ക്യാമ്പ് നടക്കുക. സമാജം പരിസരത്ത് തന്നെയായിരിക്കും, ജീന നിവാസിൽ വെച്ചിട്ടായിരിക്കും നടത്തുക. അപ്പോ ഒരു പുരുഷ ഡോക്ടർ, ഒരു സ്ത്രീ ഡോക്ടറും ഉണ്ടാകും. അതുപോലെ തന്നെ 2 ആഴ്ചത്തേക്കുള്ള മരുന്നും അവർ സൗജന്യമായി തരുന്നുണ്ട്. പിന്നെ മലയാളി സമാജത്തിലെ അംഗങ്ങൾക്ക് അവർ അങ്ങോട്ടും പഞ്ചകർമ്മ ചികിത്സ അടക്കമുള്ള ചികിത്സകൾക്ക് 10% ഡിസ്കൗണ്ടും തരാം എന്ന് അതിന്റെ അധികൃതർ നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 100 പേരൊക്കെയാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മരുന്നുകൾ മുൻകൂട്ടി കരുതാൻ വേണ്ടി തന്നെ നമ്മളൊരു രജിസ്ട്രേഷൻ ലിങ്ക് എല്ലാവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു. ആ രജിസ്ട്രേഷൻ ലിങ്ക് യൂസ് ചെയ്ത് എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യം അതിൽ രേഖപ്പെടുത്തണം. എന്നാലേ അവർക്ക് അതിനുള്ള ഏകദേശം ഒരു മരുന്നുകളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ടായ വേറൊരു സജഷൻ, നമ്മുടെ സമാജത്തിന്റെ അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിന്റെ ചുറ്റുവട്ടത്തുള്ള മലയാളികളല്ലാത്ത ആൾക്കാരെ അടക്കം നമ്മളതിൽ ക്ഷണിക്കണം എന്ന് മുന്നോട്ട് നിർദ്ദേശം വന്നു. അപ്പൊ ആ നിർദ്ദേശം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ പരിസരവാസികളായ ആൾക്കാരെയും കൂടി നമ്മൾ ക്ഷണിക്കും. അപ്പോൾ അത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. കാരണം നമുക്കെന്നാലേ ആ മരുന്നുകൾ സംഘടിപ്പിക്കാനും ആൾക്കാരുടെ എണ്ണം ഏകദേശം കണക്കൂട്ടാനും പറ്റുള്ളൂ. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ 4-മത്തെ പോയിന്റ് നമ്മുടെ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് ആണ്. സോഷ്യൽ ആക്ഷൻ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ മുന്നിലത്തെ മീറ്റിംഗിൽ തീരുമാനമെടുത്തപ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയൊരു സൂചന ഇവിടെ കൊടുക്കാം. അതായത് നമ്മുടെ മലയാളി സമൂഹത്തിൽ പരസ്പരം സഹായിക്കാനും സാമൂഹ്യ സേവനം ചെയ്യാനും തയ്യാറായിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട് നിങ്ങളുടെ ഇടയിൽ പലരും. അവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സഹായം ചോദിക്കാൻ നമുക്ക് പറ്റിയ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് എന്നുള്ളതാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും, എങ്ങോട്ട് മുന്നോട്ട് പോകുന്നുള്ളതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അത് തീരുമാനിക്കാൻ വേണ്ടി ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ നമ്മൾ ആദ്യമായി വിളിച്ചു ചേർക്കുകയാണ്. സാഫിന്റെ, സോഷ്യൽ ആക്ഷൻ ഫോഴ്സിന്റെ. അത് ഈ ഞായറാഴ്ച കഴിഞ്ഞ അടുത്ത ഞായറാഴ്ച, അതായത് ഓഗസ്റ്റ് 4-ാം തീയതി നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിൽ എല്ലാവരും പങ്കെടുക്കുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക. നമ്മളൊരു വട്ടമേശ സമ്മേളനം നടത്തി എങ്ങനെ ഈ സാഫ് എന്ന് പറയുന്ന ഈ ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. 5-മത്തെ പോയിന്റ് കുടുംബസംഗമത്തെ കുറിച്ചാണ്. കുടുംബസംഗമം നമ്മൾ കുറെ പ്രാവശ്യമായി ചർച്ച ചെയ്യുന്നു, പക്ഷെ നമുക്കതൊന്നും തുടങ്ങി കിട്ടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇതൊന്ന് ശരിക്കും തുടങ്ങാൻ വേണ്ടി നമ്മളിപ്പോ ഏരിയ വൈസ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. വെസ്റ്റിൽ ഒരു കമ്മിറ്റി, ഈസ്റ്റിൽ 2 വീതം കമ്മിറ്റി. അങ്ങനെ ഈ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരിക്കും അതാത് മേഖലകളിൽ കുടുംബസംഗമം ഞങ്ങൾ സംഘടിപ്പിക്കുക. അപ്പൊ ആ കുടുംബസംഗമത്തിൽ വെച്ച് പരസ്പരം പരിചയപ്പെടുകയും ആ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നുള്ളതിലുപരി നമ്മൾ നോർക്ക കാർഡ് ആൾക്കാർക്ക് എടുത്തു കൊടുക്കുവാനും അതുപോലെ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം സൗകര്യം ഈ കുടുംബസംഗമത്തിൽ വെച്ച് നമ്മൾ തയ്യാറാക്കും എന്നും കൂടിയാണ് പറയാനുള്ളത്. പക്ഷേ നോർക്ക കാർഡിനെ കുറിച്ചൊരു ബോധവൽക്കരണം നമ്മൾ നടത്തിയെങ്കിലും ക്ഷേമനിധിയിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. അതുകൊണ്ട് ക്ഷേമനിധിയെ കുറിച്ച് നമ്മളൊരു ബോധവൽക്കരണ പരിപാടി, ഒരു ഓൺലൈൻ വെബിനാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അത് തീരുമാനമായി അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കുടുംബസംഗമം ഓരോ മേഖലയിൽ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ സ്ത്രീശക്തി തുടങ്ങിയതിന് ശേഷം അവർ ഏറ്റെടുത്ത ആദ്യത്തെ ഉദ്യമനമാണ് പിന്നെ കാറ്ററിങ്, ഒരു ചെറിയ രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഉദ്ഘാടനം നമ്മുടെ കമ്മിറ്റി മീറ്റിംഗിൽ വെച്ച് നടന്നു. അപ്പോൾ ആദ്യമായി അവര് പഴംപൊരിയും പരിപ്പാടിയും ഉണ്ടാക്കി. നമ്മുടെ സമാജത്തിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായ ശ്രീ ഗംഗാധരേട്ടന്
അത് നൽകിക്കൊണ്ട് ആ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇനി നമുക്ക് പൂർണ്ണ ശക്തിയോടെ സ്ത്രീശക്തി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ പരിപാടികൾക്കായാലും വല്ല ബർത്ത്ഡേ പാർട്ടിക്കായാലും ഒക്കെ നമ്മുടെ സ്ത്രീശക്തിയുടെ ആൾക്കാർക്ക് നിങ്ങൾ ഭക്ഷണത്തിന്റെ, അതായത് സ്നാക്സിന്റെ ഓർഡർ കൊടുക്കുക. അത് ആ പൈസ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ സ്ത്രീശക്തിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കാണ് കൂടുതലും പോവുക. അതിന്റെ ചെലവ് കഴിച്ചിട്ട് ബാക്കി വരുന്ന ലാഭവും കാര്യങ്ങളും. അപ്പോ നിങ്ങളെല്ലാവരും സഹകരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങൾ. പിന്നെ AGM വരുന്നുണ്ട്, ഓണസദ്യ, ഓണാഘോഷവും ഒക്കെ നമ്മൾ സെപ്റ്റംബർ 1 തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതിന് വേറൊരു റിക്വസ്റ്റ് എല്ലാ അംഗങ്ങളോടും പറയാനുള്ളത്, AGM മുന്നേ നിങ്ങളുടെ ഡ്യൂസ് ഒക്കെ ക്ലിയർ ആക്കുക. ഡ്യൂസിന്റെ ഡീറ്റെയിൽസ് നിങ്ങളെ കമ്മിറ്റി അംഗങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലെല്ലാവരും സഹകരിക്കുക. ഈ മാസം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത മാസം കാണാം. നന്ദി.